എല്ലാ വർഷവും നമ്മൾ ഓണസദ്യ കഴിക്കാറുണ്ട്. പക്ഷേ ഓണസദ്യ കഴിക്കുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് പലർക്കും അറിയാറില്ല. എവിടെ തുടങ്ങണമെന്നോ എവിടെ അവസാനിപ്പിക്കണമോ എന്നൊന്നും അറിയാതെ നമ്മുടെ പുതിയ തലമുറ ആഹാരം മൊത്തത്തിലങ്ങ് കഴിച്ച് എഴുന്നേൽക്കുന്നതാണ് ഒരു പതിവ്. എന്നാൽ കുറച്ച് കാര്യങ്ങൾ ഈ സദ്യവട്ടങ്ങളെക്കുറിച്ച് അറിഞ്ഞാലോ? ഉണ്ടറിയണം ഓണം എന്നാണ് ചൊല്ല്. എന്നാൽ ഊണ് കേമമാകണമെങ്കിലോ വിഭവങ്ങൾ നന്നായിട്ട് കാര്യമില്ല, മികച്ച രീതിയിൽ വിളമ്പിക്കൊടുക്കുകയും വേണം. ഇങ്ങനെയാണ് പഴമക്കാർ പറയാറുള്ളത്. ഉണ്ണാനിരിക്കുന്നവർക്ക് ഓരോ വിഭവവും യഥാസമയം എത്തിച്ചു കൊടുക്കുന്നതാണ് സദ്യയുടെ ചിട്ടവട്ടങ്ങളിൽ പ്രധാനം. ഉണ്ണാൻ മാത്രമല്ല വിളമ്പാനും പഠിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. സ്വത്ത് രജോ ഗുണങ്ങളുള്ള കറികൾ സമ്മിശ്രമായും മധുരം അതിന് ഇടകലർന്നും വിളമ്പിയാലേ ശാസ്ത്രീയമായി സദ്യ കേമമാകുകയുള്ളൂ എന്നാണ് പറച്ചിൽ. ഓണസദ്യ ഒരുക്കിയാൽ ആദ്യം കന്നിമൂലയിൽ വിളക്ക് കൊളുത്തി ചന്ദനത്തിരി കത്തിച്ച് അതിനു മുമ്പിൽ തൂശനിലയിട്ട് ഗണപതിക്കും മഹാബലിക്കും വിളമ്പണം. ചിലയിടങ്ങളിൽ ഇത് പിതൃക്കളെ സങ്കല്പിച്ചാണെന്നും കരുതുന്നുണ്ട്. എന്തായാലും അവർക്ക് വിളമ്പിക്കഴിഞ്ഞ് കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ഓണസദ്യ കഴിക്കൂ. നന്നായി പാചകം ചെയ്തു കഴിഞ്ഞാൽ ചാതുര്യത്തോടെ അത് നന്നായി വിളമ്പിക്കൊടുക്കുന്നതാണ് സദ്യയുടെ വിജയം. സദ്യ വിളമ്പുന്നതിൻ്റെ ചിട്ടക്രമം എങ്ങനെയാണെന്ന് നോക്കാം. തൂശനില മസ്റ്റാണ് കേട്ടോ. നാക്കിലയെന്നും പറയും. ഇലയിടുമ്പോൾ അഗ്രഭാഗം ഇടത്തുവശത്തും മുറിച്ച ഭാഗം വലത്തു ഭാഗത്തും വരണം. കറികളുടെ എണ്ണത്തിലും വിളമ്പുന്ന രീതിയിലും പ്രാദേശികമായ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാലും പൊതുവായി സദ്യ വിളമ്പുന്ന ഒരു രീതിയുണ്ട്. പണ്ട് രാശിക്രമത്തിൽ ഇത് പറയുമായിരുന്നു. ഇലയുടെ ഇടതുവശത്ത് നിന്നും മീനം മേടം രാശി മുതൽ വലത്തോട്ട് വിഭവങ്ങൾ വിളമ്പണമെന്നാണ് പറയുക. തൊടുകറികൾ മീനം രാശിയിലും തോരൻ, അവിയൽ, ഓലൻ തുടങ്ങിയവ മേടം രാശിയിലും ഇലയിൽ വിളമ്പണം. എന്തായാലും കായനുറുക്ക്, ശർക്കര വരട്ടി എന്നിവ ഇലയുടെ ഇടത്തെ മൂലയിൽ താഴെ വിളമ്പും. തെക്ക് ചിലയിടങ്ങളിൽ കപ്പ വറുത്തതും എള്ളുണ്ടയും അരിയുണ്ടയും ഉണ്ടാകും. ഓണാട്ടുകര ഭാഗങ്ങളിൽ കളിയടക്കിയും ഇതോടൊപ്പം വിളമ്പും. പപ്പടവും ഇവിടെ തന്നെയാണ് നൽകുക. ഇതോടൊപ്പം ഇടത്തും വലത്തും പഴം വയ്ക്കുന്നവരും ഉണ്ട്. പഴുത്ത ഞാലിപ്പൂവനാണ് തെക്ക് പ്രിയം. ഇടത്തെ മൂലയിൽ മുകളിലായി ഇഞ്ചിപ്പുളിയും അച്ചാറുകളും വിളമ്പും. തുടർന്ന് കിച്ചടി, പച്ചടി, അവിയൽ, തോരൻ, കൂട്ടുകറി, എരിശ്ശേരി, ഓലൻ എന്നിവയും വിളമ്പുന്നു. കാളൻ വലത്തെ അറ്റത്താണ് വിളമ്പുക. കറിയെല്ലാം വിളമ്പിയാൽ പിന്നെ ചോറ് വിളമ്പാം. ഇലയുടെ താഴത്തെ ഭാഗം മധ്യത്ത് ആദ്യം ചോറ് വിളമ്പും. ചോറിൻ്റെ വലത്തെ പകുതിയിൽ പരിപ്പും നെയ്യും വിളമ്പും. പപ്പടം കൂടി പൊടിച്ച് ആദ്യം ഈ ഭാഗമാണ് കഴിക്കുക.